മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് ഫാസിൽ. മലയാളികൾക്ക് എന്നും ഓർത്തിരിക്കാൻ കഴിയുന്ന സിനിമകൾ സമ്മാനിച്ച വ്യക്തിയാണ് ഫാസിൽ. മണിച്ചിത്രത്താഴ്, നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം മലയാള പ്രേക്ഷകരിൽ ആഴത്തിൽ പതിഞ്ഞ സിനിമകളാണ്. ഇത്രയേറെ മികച്ച സിനിമകൾ സമ്മാനിച്ച ഫാസിൽ തന്നെ കൊതിപ്പിച്ച സംവിധായകനെക്കുറിച്ച് പറയുകയാണ്. അത് വിൻസെൻ്റ് മാഷാണെന്നും താൻ ഭാവിയിൽ വലിയ സംവിധായകനാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നും ഫാസിൽ പറയുന്നു. മലയാള മനോരമയോട് സംസാരിക്കുകയായിരുന്നു ഫാസിൽ. മലയാളത്തിൽ ഏറ്റവും സ്വാധീനിച്ചത് വിൻസെൻ്റ് മാഷാണ്, എൻ്റെ മാനസിക ഗുരു. അദ്ദേഹം സംവിധാനം ചെയ്യുന്നത് 11 ദിവസം ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അടൂർ ഫാസി സംവിധാനം ചെയ്ത അച്ചാരം അമ്മിണി ഓശാരം ഓമനയുടെ സെറ്റിൽ ബോബൻ കുഞ്ചാക്കോയെ കാണാൻ പോയതാണ്. 11 ദിവസത്തെ ഷെഡ്യൂൾ ചെയ്യുന്നത് വിൻസെൻ്റ് മാഷ്. അന്നത്തെ ചർച്ചകളിൽ ഞാനും ഉൾപ്പെട്ടു. ബോബൻ പറഞ്ഞു, നാളെ മുതൽ ഇവൻ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി ഉണ്ടാകും സംവിധാനം കണ്ടുപഠിക്കാൻ. ആ 11 ദിവസമാണ് എൻ്റെ സിനിമാ സർവകലാശാല. മലയാളത്തിലെ വലിയ സംവിധായകനാകുമെന്ന് എന്നെപ്പറ്റി വിൻസെൻ്റ് മാഷ് മകൻ ജയനൻ വിൻസെൻറ്റിനോട് പറഞ്ഞതായി പിന്നെ അറിഞ്ഞു. 2 ഗുണങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ നിന്നും അപ്പാടെ പകർത്തിയിട്ടുണ്ട്. നടീനടന്മാരിൽ നിന്നും അഭിനയം പിടിച്ചെടുക്കുന്നതും ഗാന ചിത്രീകരണവും, ഫാസിൽ പറയുന്നു.